ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമോ നമ. എല്ലാവർക്കും ഭൂമിക പുനർജനിയുടെ ശ്രീരാമകഥാമൃതം ഇന്ന് എനിക്ക് പറയാൻ അവസരം കിട്ടിയത് വയനാട്ടിലെ തന്നെ പുരാതനമായ വളരെ എത്രയോ വർഷം പഴക്കം ഇത് കണക്കാക്കപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള തൃശ്ശൂർപ്പെട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചിന്തയിൽ നിന്നുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. താതൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മന്ദാകിനിയുടെ തീർത്ത് നിൽക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം വീണ്ടും ഭരതൻ പറയുന്നു, ഇവിടെ വരണം, ജ്യേഷ്ഠൻ എൻ്റെ കൂടെ വരണം, ഇവിടെ വന്നിട്ട് രാജ്യഭരണം ഏറ്റെടുക്കണം. അപ്പോൾ രാമൻ പറയുകയാണ്, ഭരത നീ എന്നറിഞ്ഞിട്ടാണ് പറയുന്നത്, താതൻ എന്നോട് 14 വർഷം വനവാസം ചെയ്യണം എന്നാണ് ആജ്ഞാപിച്ചിരിക്കുന്നത്. നമുക്കത് ലംഘിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാൻ മക്കൾക്കാവുമോ? അതുകൊണ്ട് നീ മടങ്ങിപ്പോണം. നീ മടങ്ങിപ്പോയി രാജ്യഭാരം ഏറ്റെടുക്കണം. വളരെ വിഷണനായി വീണ്ടും ഭരതൻ നിൽക്കുന്നത് കണ്ടപ്പോൾ വസിഷ്ഠമുനി ഇടപെടുന്നു. അപ്പോൾ പറയുന്നു, ഭരതനൊരു കാര്യം ചെയ്യൂ, രാമന്റെ പ്രതീകാത്മകമായി നീ അവിടെ ഭരണം നടത്തണം. അതാണ് ഇപ്പോൾ ഉചിതം. അപ്പോൾ ഭരതൻ പറയുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് അവിടുത്തേതായ എന്തെങ്കിലും സാധനം, എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം. ഇത് പറഞ്ഞതും രാമന്റെ പാദം വന്നിട്ട് ഭരതൻ പാതകം എടുക്കുകയാണ്. പാതകം എടുത്തിട്ട് വളരെ ഭക്തിയോടുകൂടി മൂർധാവ് ചുംബിച്ച് തലയിലേറ്റുന്നു. വളരെ വ്യസനത്തോടുകൂടി വന്ന ആളുകൾ, ജനങ്ങൾ ഉൾപ്പെടെ വന്ന എല്ലാവരുമായി അയോധ്യയിൽ യാത്ര തിരിക്കുന്നു. ഈ പാതകം കൊണ്ട് രാജസിംഹാസനത്തിൽ വെച്ച് പൂജ ചെയ്യുന്നു. പ്രതീകാത്മകമായി രാമനെ സങ്കല്പിച്ചുകൊണ്ട് ഭരതൻ ഒരു ചെറിയ കുടിലിൽ താമസിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തുകയാണ്. വളരെ സന്തോഷത്തോടെ വർഷങ്ങൾ കടന്നുപോയി. ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.